ഗൈസ് നമ്മൾ ഇന്ന് ഇവിടെ ഒരു വലിയ ഗൈസ് ട്രാംബലീനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തുടങ്ങിയാലാ? ചെറിയൊരു ചീവീടിന്റെ സൗണ്ട് ഉണ്ട്, അതൊന്ന് ഇഗ്നോർ ചെയ്യണേ. ട്രാംബലീൻ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിപ്പുഴു ഇല്ല ചാടിച്ചടി കളിക്കാൻ ആ സാധനമാണ് ഗൈസ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കൊരു കിടിലം പ്രോപ്പർട്ടി ഇവിടെ കിട്ടി കാലിക്കറ്റ് വന്നിട്ട് നമ്മളപ്പോൾ ഇവിടെയാണ് ചെയ്യുന്നത്. ഇച്ചിരി സൗണ്ട് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് കുഴിയാണ് കുത്താൻ പോകുന്നത്. അവനാണ് ഇവിടെ കുഴി കുത്തുന്നത്. കുഴി കുത്താൻ പണ്ടേ ഞാൻ മെഡിക്കനാ. അതിന് ബംഗാളിനെ പോലെ പണിയെടുക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അവന് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളവിടെ പണിയെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളവിടെ റാഷി ഉണ്ട്, ക്യാപ് ഡിസൈൻസ് ഉണ്ട്, കുറെ പേരുണ്ട് ഗൈസ്. നമ്മുടെ നിയാസ് ഉണ്ട്, മെയിൻ UK. കുഴിയെല്ലാം കുത്തി കഴിഞ്ഞപ്പോൾ ഈ കമ്പ് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കല്ലിട്ട് ആദ്യം എല്ലാം ഫിറ്റ് ചെയ്യണം. നമ്മൾ ആ ജമ്പ് ചെയ്യുന്ന ആ സാധനം ഉണ്ടാക്കാൻ വേണ്ടി റബ്ബർ ബാൻഡ് കോർത്താണ് നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ആക്ച്വലി ഇത്ര റബ്ബർ ബാൻഡ് തികയത്തില്ല, നമുക്ക് ഇനിയും വേണം ഗൈസ്. നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്ത് ഉണ്ടാക്കും. ഇത്ര ഭയങ്കര സിമ്പിൾ ആണ് ഈ സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പണ്ട് ഞങ്ങളിങ്ങനെ റബ്ബർ ബാൻഡ് എല്ലാം ഇങ്ങനെ കൂട്ടി ഏറ്റവും നീളമുള്ള ആരുടെ എന്നൊക്കെ പണ്ട് ഞങ്ങൾ കളിച്ച് നോക്കുമായിരുന്നു. അതെപ്പോഴും ആനി എൻ്റെ അടുത്ത് നോക്കും. ഗൈസ് നമ്മൾ കോരിക്കൊണ്ടിരുന്നപ്പം അച്ചാച്ചൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് കീറി. നമ്മൾ കണ്ടന്റ് ഷൂട്ടൊന്നും നിർത്തുന്നൊന്നുമില്ല, അച്ചാച്ചൻ കൈയൊക്കെ കെട്ടിച്ച് ഗൈസ്. ഡെഡിക്കേഷൻ അറ്റ് പീക്ക് അല്ല. ഒരാളുടെ കൈ അടുത്ത് കയറി അടുത്ത ആൾ കുത്താൻ പോകും. ചത്ത് കാണാൻ സിമ്പിളാന്നേ ഉള്ളൂ, ഭയങ്കര പാടാ. കൈയൊക്കെ പോയി. ഇതെല്ലാം ഞാൻ ചെയ്ത് ഇനി നമുക്ക് ഇതെല്ലാം ചെയ്യാണ്ട് എപ്പ തീരായി. ഗൈസ് എല്ലാവരും ഓരോരോ പണിയിലാണ്. ഇവിടെ കുറേ പേര് ഇരുന്ന് ആണി അടിക്കുന്നു, കുറേ പേര് അവിടെ ഇരുന്ന് റബ്ബർ ബാൻഡ് ചുറ്റുന്നു. എല്ലാവരും കൂടി ചെയ്താലേ തീരുള്ളൂ, അല്ലാതെ തീരത്തില്ല ഗൈസ്. ചെയ്യുന്നോ? ചുറ്റി നമ്മൾ ഇത്ര ആയി. നമ്മളെ കാണാൻ വേണ്ടി കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്ന്. ഞങ്ങൾ ഇന്ന് ചട്ടം പീസിന്റെ കൂടെ. അവൻ ഇങ്ങോട്ട് ചോദിക്കുന്നു വല്ല പണി ഉണ്ടോന്ന്. വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? ഞങ്ങൾ ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ടോ? എന്റെ പേര് പറ, പെട്ടെന്ന് പറ. എന്റെ പേര് പറ, പെട്ടെന്ന് പറ. ആ വേറെ അറിയില്ല. ക്യാപ് ഡിസൈൻസ് ഓണറാണ് നമ്മളിവിടെ ഇന്ന് കൂലിക്കാരൻ. അതാണ് അതിന്റെ ഒരു ഫ്ലോയിൽ ചെയ്തിട്ടിരിക്കുന്നോണ്ട് കുഴപ്പമില്ല. കാല് വേദനിക്കും കുറച്ച് കഴിഞ്ഞ്. നമ്മൾ ബാക്കിലുള്ള 4 കമ്പ് ഫുള്ള് സെറ്റ് ചെയ്ത് ഇനിയുള്ള ബാക്കി പരിപാടി എനിക്കറിയില്ല ഗൈസ്. നമ്മൾ നേരത്തെ 4 കമ്പ് സെറ്റ് ചെയ്തല്ലോ, അപ്പൊ അതിന്റെ ഫുൾ ആണി സൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ആ റബ്ബർ ബാൻഡ് കൊരുത്താനുള്ള കമ്പി നമ്മൾ ഇനി സെറ്റ് ചെയ്യണം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫുള്ള് കമ്പി ആണി അടിച്ചിട്ട് ഇവിടെ തന്നെ സെറ്റ് ചെയ്യണം. ഇതുപോലത്തെ ഈ സെയിം സാധനം ഇങ്ങനെയും കൂടെ വെക്കണം. അപ്പൊ നമ്മൾ ഫുൾ സെറ്റ് ആവും. പിന്നെ ഇതിന്റെ മുകളിൽ ബാക്കി പരിപാടികളില്ല. റബ്ബർ നമ്മൾ കെട്ടും, അപ്പൊ നമുക്ക് ചാടാം. നമ്മളിത് ടൈറ്റ് ആയിട്ട് കെട്ടണം, അല്ലെങ്കിൽ നമ്മൾ വീണ് പോകും. എന്നറിയാവോ, ബലമായിട്ട് കെട്ടിയില്ലെങ്കിൽ നമ്മളിങ്ങനെ മുകളിൽ ഇങ്ങനെ ചാടി വീഴുമ്പോൾ എല്ലാം കൂടി പൊട്ടി വീഴും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മാക്സിമം സ്ട്രോങ് ആക്കി നമ്മൾ കെട്ടണം. എന്ത് ചെയ്താലും നല്ല പക്ക സ്ട്രോങ് ആയിരിക്കണം. ബേസ് സ്ട്രോങ് അല്ലേ? സ്ട്രോങ് അല്ലേ? അങ്ങനെ ഗൈസ് നമ്മൾ സെക്കൻഡ് സ്റ്റേജും കെട്ടിത്തീരാറായി. മുകളിൽ എല്ലാം സെറ്റ് ചെയ്ത് ഇനി നമുക്ക് റബ്ബർ ബാൻഡ് ആണ് മെയിൻ. കുറെ സമയം റബ്ബർ ബാൻഡ് എന്ന് പറയുന്നു. ബാൻഡ് ഏകദേശം എൻ്റെ ഈ സൈസിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ എത്ര നിന്നാലും താന്ന് പോകത്തില്ല, താഴെ തട്ടത്തില്ല, ഫുൾ സേഫാണ്. കോൺട്രാക്ടർ, കൺസ്ട്രക്ഷൻ എല്ലാ ആൾക്കാരുണ്ട്. ഇവിടെ നമ്മൾ UK ഒരാൾ ഇറക്കിയിട്ടുണ്ട്, ഫോർട്ട് കൊച്ചി നമ്മൾ വേറെ ഒരാൾ ഇറക്കിയിട്ടുണ്ട്. ഇത് കോഴിക്കോടിന്റെ സ്വന്തം റാശി, അത് മലപ്പുറത്തിന്റെ സ്വന്തം എല്ലാവരും ഉണ്ട് പണിക്ക്.
ഇത് ബലം ഉണ്ടോ നോക്കാം. നമ്മൾ ഉണ്ടാക്കിയല്ലേ, നമുക്ക് ബലം ഉണ്ടോ നോക്കാം. കണ്ട നല്ല ബലമുണ്ട്. നമ്മൾ കെട്ടിയാണെന്നേ പറയത്തില്ല. ഫൈനൽ റൗണ്ട് നമ്മൾ റബ്ബർ ബാൻഡ് കെട്ടാൻ പോകുന്നു. ഓക്കെ, ഇതൂടെ കെട്ടിത്തീർന്ന പക്ഷെ ഭയങ്കര പാടാണ് വിചാരിക്കുന്നത്. എളുപ്പ പരിപാടിയല്ല ഇത്. ഒന്നാം സ്ഥലം. നമ്മൾ ഇത്ര സാധനം സെറ്റ് ചെയ്ത് കഴിച്ചു. ഇത് ഭയങ്കര ടൈറ്റ് ആണ്. ഇതിന്റെ മുകളിൽ നമ്മൾ അടിയിൽ കൂടെ ഇനി സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോഴേ നമ്മുടെ വെയിറ്റ് അത് താങ്ങുള്ളൂ. എത്രത്തോളം ടൈറ്റാ വെക്കൂ അത്രയും ഭയങ്കര സ്ട്രോങ് ആണ്. ലൈറ്റ് തീർന്ന നമുക്ക് സീനാണ്. നമ്മൾ പെട്ടെന്ന് തീർക്കണം. മാക്സിമം പെട്ടെന്ന് തീർത്താലേ ശരിയാത്തുള്ളൂ. ഫാസ്റ്റായിട്ട് സാധനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ഇത്ര നമുക്ക് ഇനി കെട്ടാനുണ്ട്. ഇതല്ല, ഇതിനും കൂടുതൽ കെട്ടാനുണ്ട്. ലൈറ്റ് പോവാറായി. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം തീരാറായിട്ടുണ്ട്. ഫൈനൽ കട്ടാണിത്. ചെയ്ത് രാത്രിയായി. ഇനി നമുക്ക് രാത്രി കെട്ടിയിട്ട് നമുക്ക് രാവിലെ വന്ന് ചാടാം. ഓക്കെ, എല്ലാം സെറ്റാക്കാം. ഇപ്പം നമ്മൾ ഇത്ര രാത്രിയായിട്ടും സാധനം ചെയ്ത് തീരുന്നില്ല. കാരണം നമുക്കിത് അത്ര സ്ട്രോങ് ആക്കണം. ഇല്ല, ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടാ. ഞാൻ ചുമ്മാ കയറി നോക്കട്ടെ. എനിക്ക് ആര് പിടിച്ചിരിക്കണ്. അന്നില്ല, അന്ന് മറ്റേ ഇതില് വണ്ടീന്റെ മേലെ കയറിയിട്ട് ഞാൻ ഇതുപോലെ ചാടിയപ്പോഴത്തേക്ക് പാൻറ് കയറിപ്പോയി. ഇപ്പൊ നമ്മൾ സാമ്പിൾ ടെസ്റ്റ് ചെയ്തത് മാത്രമാണ്. രാവിലെ ഒരു പക്കാ സാധനം. ഇതെങ്ങനെയാണ് നമ്മൾ ഫൈനലിൽ എത്തിച്ചതെന്നുള്ള സാധനങ്ങൾ കാണിച്ചത്. ഗൈസ്, അടുത്ത ദിവസം രാവിലെയാണ് നമ്മൾ വന്നത്. ചെറിയൊരു മഴയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്നലെ രാത്രി ഇത് ടാർപ്പൊക്കെ വച്ചിട്ട് പോയി. പക്ഷെ മഴ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഗൈസ്, നമ്മൾ ഇത് ഇന്നലെ ചെയ്തു തീർത്തപ്പോ രാത്രിയെ. അതാണ് നമുക്ക് ഇന്നലെ ഫൈനൽ ഔട്ട് കാണിക്കാൻ പറ്റാത്ത. ഇപ്പൊ കാണിച്ചു തരാം, വാ നിമോളെ. ഓ, എന്തൊക്കെ അവസ്ഥയാ. ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ഇവ എന്നെ എടുത്തിടാതെ നമ്മള് ആനിനെ വെച്ചാണ് ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കിയെന്ന് പറയത്തില്ല കേട്ടോ, ഭയങ്കര സ്ട്രോങ്. 1,00,000 റബ്ബർ ബാൻഡ് വെച്ചാണ് നമ്മൾ ഇത് ഫുള്ള് സെറ്റ് ചെയ്ത്. ഈ റബ്ബർ ബാൻഡ് വെക്കാൻ വേണ്ടി മാത്രം തന്നെ നമുക്ക് 7 മണിക്കൂറായി. ഹാർഡ് വർക്ക് അറ്റ് പീക്ക്. ഞാനോട് പറഞ്ഞു അയ്യോ, രണ്ടുപേര് വെയിറ്റ് താങ്ങുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആലോചിക്കണേ, ഇത് വെറും നോർമൽ റബ്ബർ ബാൻഡ് ആണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേര് വെയിറ്റ് താങ്ങുന്നുണ്ട്. എനിക്ക് ഫ്രീ ആയിട്ട് കിടക്കാൻ ചാടി. നമ്മൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കിയ സ്ഥിതിക്ക് നമ്മൾ ഇങ്ങനെയല്ല ഇത് ട്രൈ ചെയ്യേണ്ടത്. സോ നമുക്ക് ചാടി നോക്കാം. എനിക്ക് ഈ ചാട്ടം മതി. എന്റെ ചാട്ടം എത്ര തന്നെ ഞാൻ ഇറങ്ങണേ. അതിനിപ്പോഴാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ട്രാംപോളിൻ ടെസ്റ്റ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കിയ സാധനമില്ല, നമ്മൾ ഇനി ടെസ്റ്റ് ചെയ്യണം. നല്ല സ്ട്രോങ് ആണ്. ധൈര്യമായിട്ട് ടെസ്റ്റ് ചെയ്യണം. ഞാൻ ഉണ്ടാക്കിയ സാധനം ഞാൻ ഭയങ്കര ട്രസ്റ്റ് ചെയ്യുന്നതിന്. ഭയങ്കര സ്ട്രോങ് കണ്ടോ? ഇത് കൊള്ളാം കേട്ടോ, നല്ല ബെഡിനേക്കാളും കൊള്ളാം. അയ്യോ ഞാൻ ഇന്നും ആ റബ്ബർ ബാൻഡ് ഇതുവരെ നിന്നില്ല. ഞാന് വരട്ടെ കളിക്കാൻ.
ഗൈസ് നമുക്കിനി എക്സ്ട്രീം ലെവൽ ജമ്പ് ചെയ്ത് നോക്കാം. 3, 2, 1 go. എനിക്ക് പേടിയാണ്. ചാടി ഞാൻ പറഞ്ഞു ഇത് പൊട്ടത്തില്ല. ഇത് ഇത്ര സ്ട്രോങ് ആണെന്ന് നമ്മൾ വിചാരിച്ചു. ഞങ്ങൾ വിചാരിച്ചു ഞാൻ കയറി ഇരിക്കുമ്പോഴേ അത് പൊട്ടുമോ എന്നുള്ള. ആക്ച്വലി നമ്മൾ 25,000 റബ്ബർ വെച്ച് ആദ്യം ചെയ്യായിരുന്നു. എന്നിട്ട് നമ്മൾ തോന്നി ഇത്രയും ചെയ്യുന്നില്ലേ, അപ്പൊ നമ്മൾ 1 ലക്ഷം അങ്ങനെ ആക്കിയതാ. 1 ലക്ഷം പൊട്ടത്തില്ല കൈസ്. ഇത് കഷ്ടപ്പെട്ടത് വെറുത്തായി. അപ്പൊ എങ്ങനെ നമുക്കില്ലേ ലാസ്റ്റ് എക്സ്ട്രീം ഹൈ ട്രൈ നോക്കിയാലോ. 3, 2, 1 go. പക്കാ സ്ട്രോങ്. ഇനി ഒന്നും മാറ്റമില്ല, പക്കാ സ്ട്രോങ്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി അതിലൊരു ബേസ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിപ്പോ മാറ്റി ഇനി നോക്കണം. ഇപ്പൊ കുറച്ചുകൂടെ ഇതായി. സൂപ്പർ എക്സ്ട്രീം ചാട്ടമാണ് അടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഇത് വെറും ഒരു റബ്ബർ ബാൻഡാണ്. നിങ്ങൾ നോക്ക്, വെറും ഒരു റബ്ബർ ബാൻഡാണ്. 1 go. ഇത് പൊട്ടത്തില്ല. ഇത് പൊട്ടിക്കാൻ നോക്കിയാലും പൊട്ടത്തില്ല. അയ്യോ 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 സഹായിക്കൂ. നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? ഡോറ ഡോറ അവന്റെ ആഗ്രഹം എല്ലാം ആഗ്രഹിച്ച് തീർക്കണ. ഇതൊരു കാലം വെച്ചാലും പൊട്ടാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ വിചാരിച്ച് ഇത് പൊട്ടിച്ചിട്ട് പോവാം. കാരണം അല്ലെങ്കിൽ ഇവിടുത്തെ പിള്ളേർ വന്ന് ഇത് കളിച്ച് അവർക്ക് എന്തെങ്കിലും പറ്റി അവർക്ക് ഡാമേജ് ആവും. സോ നമ്മളിത് പോകുന്നതിന് മുന്നേ ഇതെല്ലാം പൊട്ടിച്ചിട്ട് പോവാം. അപ്പൊ അത് പൊട്ടൂലടാ. അയ്യോ അയ്യോ ഒരു കാലം ഇതിന്റെ കാല് വെള്ളം വയ്ക്കാം. വൻ മഴക്ക് ഇത് എൻജോയ് ചെയ്യുന്ന അതിനാണ് ഗൈസ് നമ്മൾ ഇത് കെട്ടിയത്. ഗൈസ് ഇപ്പൊ നമ്മൾ 3 പേരാണ് ഇതിന്റെ പുറത്ത് കയറ്റാൻ പോകുന്നത്. 3 പേര് ആലോചിച്ചൊക്കെ. ചാട് 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 ഇക്ക താഴെ ഇറങ്ങി അങ്ങനെ ഇറങ്ങാ. അതന്നെ ഇനിയിപ്പൊ എങ്ങനെ ഇറങ്ങാം? പൊട്ടൂല അത്. ഇങ്ങനത്തെ 2 വാറിൽ നിൽക്കുന്നു. അപ്പൊ നമ്മള് ഇതെല്ലാം സെറ്റാക്കി നമ്മൾ ഹാപ്പി ആയി ഇല്ലേ അബി? ഇതൊരിക്കലും ആ സാധനം പൊട്ടിയില്ല. അതാണ് ഇതിന്റെ ഇത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം അടിച്ചിട്ടാ. ബൈ.